ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ 2 മത്സരങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇരു ടീമുകളും ഓരോ മത്സരത്തിൽ വിജയിച്ച് പരമ്പര ഇപ്പോൾ സമനിലയിലാണ്. ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ 3-ാം മത്സരം ഡിസംബർ 14 മുതൽ 18 വരെ ബ്രിസ്ബെയിനിലെ ഗാബയിൽ വെച്ചാണ് നടക്കുന്നത്. അഡ്ലേഡിൽ നടന്ന 2-ാം ടെസ്റ്റിൽ 10 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമായിട്ടാണ് ഓസ്ട്രേലിയ മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ പെർത്തിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം ആവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യയും ഇറങ്ങുന്നത്. ഇരു ടീമുകളും ലക്ഷ്യമിടുന്നത് മത്സരം വിജയിച്ച് പരമ്പരയിൽ ലീഡ് നേടുക എന്നു തന്നെയാണ്. ഈ മത്സരത്തിന്റെ ഫലം ബാക്കിയുള്ള പരമ്പരകളും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റാൻഡിങ്ങും ഒക്കെ നിർണ്ണയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ഈ മത്സരം നിർണായകം തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് മിക്കവാറും മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ KL രാഹുലിൽ നിന്ന് ഓപ്പണിംഗ് സ്ഥാനം ഏറ്റെടുക്കും. അദ്ദേഹം യശസ്വി ജയ്സ്വാളിനൊപ്പം ഇന്നിംഗ്സ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശുഭ്മാൻ ഗില്ല് 3-ാം സ്ഥാനം നിലനിർത്താൻ സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി മധ്യനിരയിലെ 4-ാം നമ്പറിൽ കളിക്കും. രാഹുൽ 5-ാം സ്ഥാനത്തും ഋഷഭ് പന്ത് 6-ാം സ്ഥാനത്തും ബാറ്റ് ചെയ്യും. 7-മനായി ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും കളത്തിലിറങ്ങും. എന്നാൽ ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ടൊന്നും അശ്വിന് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്വിന് പകരം രവീന്ദ്ര ജഡേജ ടീമിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഹർഷിത് റാണ അഡ്ലൈഡിൽ തന്റെ ഫോം ആവർത്തിക്കാൻ പാടുപെടുന്ന കാഴ്ചയും കാണാൻ സാധിച്ചിരുന്നു. വൻതോതിൽ റൺസ് വഴങ്ങുകയും എന്നാൽ വിക്കറ്റൊന്നും വീഴ്ത്താനും സാധിച്ചില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ആകാശ് ദീപ് അദ്ദേഹത്തിന് പകരമായി ടീമിലേക്ക് എത്തുമെന്നും ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ. മറുവശത്ത് ഓസ്ട്രേലിയ എടുത്തു നോക്കിയാൽ സൈഡ് സ്ട്രെയിൻ കാരണം 2-ാം ടെസ്റ്റ് നഷ്ടമായ ജോസ് ഹാസിൽവുഡ് മത്സരത്തിലേക്ക് തിരിച്ചെത്തും. ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹാസിൽവുഡ് അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നാണ്. എന്നാൽ ഹാസിൽവുഡ് വരുന്നതോടെ നിർഭാഗ്യവശാൽ അഡ്ലൈഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അവരുടെ ഫാസ്റ്റ് ബോളർ സ്കോട്ട് ബോളണ്ടിന് പുറത്തിരിക്കേണ്ടി വരും. എന്നാൽ ഓസ്ട്രേലിയയുടെ ബാക്കി ലൈനപ്പ് അതേപടി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉസ്മാൻ കവാജയും നഥാൻ മക്സീനിയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. തുടർന്ന് ടോപ്പ് ഓർഡറിൽ മാർണസ് ലംബുഷാനും സ്റ്റീവ് സ്മിത്തും ഇറങ്ങും. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും മധ്യനിരയ്ക്ക് കരുത്തു പകരും. അതേസമയം അലക്സ് കാരി വിക്കറ്റ് കീപ്പറായി തുടരും. ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് നയിക്കുന്ന ബൗളിംഗ് യൂണിറ്റിൽ മിച്ചൽ സ്റ്റാർക്ക്, നഥാൻ ലിയോൺ, മത്സരത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഹാസിൽവുഡ് എന്നിവരാകും ഉണ്ടാവുക. ഓസ്ട്രേലിയയുടെ സാധ്യത പ്ലേയിങ് 11 നമുക്കൊന്ന് നോക്കാം. ഉസ്മാൻ കവാജ, നഥാൻ മക്സീനി, മാർക്കസ് ലംബുഷാൻ, സ്റ്റീവ് സ്മിത്ത്, ട്രാവിസ് ഹെഡ്, മിച്ചൽ മാർഷ്, അലക്സ് കാരി, പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, നഥാൻ ലിയോൺ, ജോസ് ഹാസിൽവുഡ്.